എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. വെളിപ്പാട് 5-6 വാക്യങ്ങൾ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിലേക്ക്, അതിൻ്റെ സാധ്യതകളിലേക്ക് ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നു. യഹൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ. വെളിപ്പാട് പുസ്തകത്തിലെ മഹത്വവും നാടകീയവുമായ നിമിഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. വളരെ നിർണായകമായ നിമിഷത്തിൽ കുഞ്ഞാട് കേന്ദ്ര സ്ഥാനത്തേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ദൂതൻ വന്ന് കരയേണ്ട എന്ന് പറഞ്ഞു. മുദ്ര തുറപ്പാൻ ആരുമില്ല എന്ന ചിന്തയിൽ ബിംമിഷ്ടപ്പെട്ട് കരയുന്ന യോഹന്നാനോട് പറയുന്നു, ഇപ്പോൾ കരയേണ്ട. യേശുക്രിസ്തു ഐഹിക ജീവിതകാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആശ്വാസ വചനങ്ങളാണിത്. അതേ ആശ്വാസവാക്കുകൾ തന്നെ ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് പറയുന്നതും ശ്രദ്ധേയമാണ്. മനുഷ്യൻ്റെ ദുഃഖവും കണ്ണുനീരും പലപ്പോഴും അജ്ഞതയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ദൈവത്തിന് സ്ഥിതിഗതികളുടെ മേൽ പൂർണ്ണ നിയന്ത്രണവും സകല പ്രശ്നങ്ങൾക്കും പരിഹാരവും മാർഗവും ഉണ്ടെന്ന് വിശ്വസിക്കുക. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറക്കാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജയം പ്രാപിച്ച ക്രിസ്തു മുദ്ര പൊട്ടിക്കാൻ യോഗ്യൻ. അവൻ മരണത്തെയും എല്ലാ പൈശാചിക ശക്തികളെയും ജയിച്ചു. പിതാവായ ദൈവത്തോട് സമ്പൂർണ്ണ അനുസരണയും വിശ്വസ്തതയുമുള്ളവനായി മരിച്ച് ഉയിർത്തെഴുന്നേറ്റിരിക്കയാൽ സകല സ്വർഗീയ രഹസ്യങ്ങളെയും അറിയുവാനും വെളിപ്പെടുത്തുവാനും ചരിത്രത്തിന്മേലും ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തിന്മേലും കർത്തൃത്വം നടത്താനും അവൻ യോഗ്യനും പ്രാപ്തനുമാകുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവിന് നൽകുന്ന വിളിപ്പേരാണ് യഹൂദായുടെ സിംഹം. യാക്കോബ് തൻ്റെ പുത്രന്മാരെ അവസാനമായി അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 49-ാം അധ്യായത്തിലാണ്. യേശു ജനിച്ചത് യഹൂദയുടെ വംശത്തിലായിരുന്നു. യസ്ദ്രായുടെ 2-ാം പുസ്തകത്തിൽ, അതായത് അപ്പോക്രിഫായ 12-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ മശിഹായുടെ അപരനാമം യഹൂദയുടെ സിംഹം എന്നുള്ളതാണ്. ശക്തിയുടെയും തേജസ്സിൻ്റെയും പ്രതീകമാണ് മൃഗജരാജനായ സിംഹം. മറ്റൊരു വിശേഷണം ദാവീദിൻ്റെ പേര്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 1-10 വാക്യങ്ങളിൽ ഇശായി ദാവീദിൻ്റെ പിതാവാണ്. ഇശായിയുടെ കുറ്റിയും ദാവീദിൻ്റെ കുറ്റിയും ഒന്ന് തന്നെ. പ്രവചനങ്ങളുടെ സമ്പൂർണ്ണ നിവൃത്തിയായി ദൈവോദ്ദേശം നിറവേറ്റിയ യേശു ക്രിസ്തു എന്നതാണ് അതിൻ്റെ സാരം. കുഞ്ഞാട് എന്ന ഒരു വിശേഷണം നൽകപ്പെടുന്നു. യോഹന്നാന്റെ ദർശനത്തിലെ അത്യുച്ചകോടി ഇത് ഇവിടെ ആസന്നമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. കുഞ്ഞാട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. 4 ജീവികളും കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് ചുറ്റും, 24 മൂപ്പന്മാർ അതിനു ചുറ്റും, കുഞ്ഞാട് മധ്യത്തിൽ. ഈ ദൃശ്യം ക്രിസ്തുവിന് ചരിത്രത്തിൻ്റെയും ചരിത്രാതീത യാഥാർത്ഥ്യത്തിൻ്റെയും കേന്ദ്രസ്ഥാനമാണുള്ളത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്.
യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ കുഞ്ഞാട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആണിക്കല്ലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറഞ്ഞത് 29 പ്രാവശ്യമെങ്കിലും കുഞ്ഞാടിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. ഇതൊരു പുതിയ ആശയമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ മറ്റെങ്ങും ഈ മൂലപദം ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും വിശേഷിപ്പിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കളങ്കവും ഊനവുമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. ഇവിടെയെല്ലാം അമ്നോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലാകട്ടെ അർണിയോൻ എന്ന ഗ്രീക്ക് പദമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യവുമായി ചേർത്ത് നമുക്കിതിനെ വായിക്കാം. കുഞ്ഞാട് യാഗവസ്തുവായി തീരുന്നതിൻ്റെ അടയാളം ഇപ്പോഴും കാണാനുണ്ട്. സ്വർഗത്തിലും അത് ദൃശ്യമാണ്. കഷ്ടതയും അപമാനവും സഹിച്ചു തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സകല മനുഷ്യവർഗത്തിനും വേണ്ടി തന്നെ സമ്പൂർണ്ണ യാഗമായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു തന്നെ നമുക്കായി ഏൽപ്പിച്ചു തന്നു. തൻ്റെ ജീവനെ അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെ 7 കൊമ്പും 7 കണ്ണുകളും കാണുന്നു. 7 കൊമ്പുകൾ സർവശക്തിയെ കുറിക്കുന്നു. പഴയ നിയമത്തിൽ കൊമ്പ് എപ്പോഴും ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. യോസേഫിൻ്റെ കൊമ്പിനെ പറ്റി ആവർത്തന പുസ്തകത്തിൽ പറയുന്നു. വിജയത്തിൻ്റെ അടയാളമായി സെദക്കിയ പ്രവാചകൻ ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി. ദുഷ്ടന്മാർ കൊമ്പുയർത്തരുതെന്ന് സങ്കീർത്തനക്കാരൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിനെ ചിതറിച്ച രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന 4 കൊമ്പുകൾ സക്കറിയ പ്രവാചകൻ തൻ്റെ ദർശനത്തിൽ കാണുന്നതായി സക്കറിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കേവലം ശക്തിയെ മാത്രമല്ല, അഭിമാനത്തെയും സൂചിപ്പിക്കാൻ ഈ പ്രതിരൂപം പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പഴയ പുതിയ നിയമങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ ദേശീയ വീരന്മാരെയും വിമോചകരെയും കൊമ്പുള്ള ആടുകളായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതും അപ്പോക്രിഫ 1 ഹാനോക്ക് 90-ാം അധ്യായത്തിൽ കാണുന്നു. ഇവിടെ 7 സമ്പൂർണതയുടെ സംഖ്യയായി ചിത്രീകരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ ശക്തിയും അധികാരവും മഹത്വവും സമ്പൂർണമാണ്, അജയ്യമാണ്. കുഞ്ഞാടിന് 7 കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ ഭൂമിയിലെല്ലാം റോന്തു ചുറ്റുന്ന 7 ആത്മാക്കളാണ്. ഈ ചിത്രീകരണം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. യഹോവയുടെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ചുറ്റി സഞ്ചരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സർവ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതാണ്. കുരിശിലെ യാഗത്തിൻ്റെ അടയാളങ്ങൾ വഹിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ സർവശക്തനും സർവാധിപതിയും സർവജ്ഞനും സർവവ്യാപിയുമായി രംഗപ്രവേശനം ചെയ്യുന്നു. അതുകൊണ്ട് പുതിയ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും സന്ദേശം മുദ്ര പൊട്ടിക്കാൻ ആരുമില്ല എന്ന് ഓർത്ത് വിലപിച്ച ദർശകന്റെ മുൻപിൽ ദൈവപുത്രൻ കാണിക്കുന്ന ദർശനം, ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു, യഹൂദായുടെ സിംഹം, മുദ്ര പൊട്ടിക്കാൻ യോഗ്യനാണ്. അതുകൊണ്ട് കരയണ്ട. പല വിഷയങ്ങളുമേൽ നമ്മൾ കരഞ്ഞ് വിലപിക്കുമ്പോൾ, ആരാണ് ഇതിന് പ്രതിവിധി എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ, ആരാണ് കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുന്നതെന്ന് സ്ത്രീകൾ വിലപിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ദൂതന്മാർ അതിനെ ഉരുട്ടി മാറ്റുന്നതായി കാണുന്നു. നമുക്ക് സ്വതവേ പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളിലും ദൈവം തമ്പുരാൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. കരയേണ്ട എന്ന് പറയുന്ന ദൈവശബ്ദം നമ്മുടെ അരികിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. കരയേണ്ട എന്ന് യോഹന്നാനോട് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളോടും കൂടെയുള്ളത് കൊണ്ട് സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ജോലിവേലകളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലുമൊക്കെ കൂടെ ഇരിക്കണമേ. അവിടുന്ന് വഴിയും വാതിലുകളുമായി കർത്താവേ
അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ സംശയങ്ങളുടെ മധ്യത്തിൽ ഉത്തരങ്ങൾ നൽകണമേ. ഇടറിപ്പോകാതെ ഞങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം കർത്താവിൻ്റെ കരുണയാൽ ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.